കെമിസ്ട്രിയിലെ സർഫസ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിന്റെ 9ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊളോയിഡൽ സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. രണ്ട് പ്രോപ്പർട്ടി പഠിച്ചു, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും ടിൻഡൽ ഇഫക്റ്റും. ടിൻഡൽ ഇഫക്റ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പരീക്ഷയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ടിൻഡൽ ഇഫക്റ്റ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കെമിസ്ട്രിയുടെ ഓരോ പുതിയ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിന് മുന്നേ ഉള്ള ടോപ്പിക്ക് നമ്മൾ പഠിച്ചു എന്നൊന്ന് ഉറപ്പുവരുത്തണം. കൂടാതെ ഞാൻ നിങ്ങൾക്ക് തരുന്ന നോട്ടുകൾ നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കണം. NCERT ടെക്സ്റ്റിനെ ബേസ് ചെയ്യുന്ന നോട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇപ്പൊ പല എൻട്രൻസ് എക്സാമിന്റെയും ബേസ് എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് ആ നോട്ട് നന്നായിട്ട് പഠിക്കണം. കൊറോണയൊക്കെ ആയി നമ്മൾ വീട്ടിലിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ആ അവസ്ഥയിൽ നമ്മൾ നന്നായിട്ട് ഈ നോട്ടുകള് പുസ്തകം വെച്ചിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ക്ലാസ്സും പഠിക്കാൻ വളരെ ഈസി ആയിട്ട് മാറും, അതുപോലെ ഇൻട്രസ്റ്റിംഗും ആകും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കൊളോയിഡൽ സൊല്യൂഷന്റെ 3ാമത്തെ പ്രോപ്പർട്ടിയാണ് കളർ. എന്താണ് കളർ? കൊളോയിഡൽ സൊല്യൂഷന് കളർ ഉണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കളർ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് കൊളോയിഡൽ സൊല്യൂഷന്റെ കളർ ഇരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ് സ്കാറ്റേർഡ് ബൈ ദി കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ഇതൊരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ് എങ്കിൽ ഇതിനകത്ത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഈ കൊളോയിഡൽ പാർട്ടിക്കിളിൽ വന്ന് പതിച്ച് സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സോ വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ് സ്കാറ്റേർഡ് ബൈ ദി കൊളോയിഡൽ പാർട്ടിക്കിൾസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി ഈ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? That depends on the size and nature of the colloidal particle. ആരെയൊക്കെയാണ്? Size and nature of colloidal particle. That is the first thing. ഇനി രണ്ടാമത്തെ കാര്യം, the manner in which the observer receives the light. അതായത് ഒരാള് കൊളോയിഡൽ സൊല്യൂഷനെ കാണുന്നത് ആ പാർട്ടിക്കിൾസിൽ തട്ടി പ്രതിഫലിപ്പിക്കുന്ന ആ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് എങ്കിൽ ഒരു കളർ കിട്ടും. സോ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് ഒബ്സർവർ കാണുന്നതെങ്കിൽ ഒരു കളറും, മറിച്ച് റിഫ്ലക്റ്റഡ് ലൈറ്റ് അല്ല ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആണ് എങ്കിൽ മറ്റൊരു കളറും കിട്ടും. ഇതിൽ തട്ടി പ്രതിഫലിക്കുന്ന ലൈറ്റ് ആണ് റിഫ്ലക്റ്റഡ് ലൈറ്റ്. കൊളോയിഡൽ പാർട്ടിക്കിളിൽ കൂടി കടന്നു പോയതിനു ശേഷം കാണുന്ന ലൈറ്റ് ആണ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. ഫോർ എക്സാമ്പിൾ, മിൽക്കും വാട്ടറും ചേർത്ത ഒരു കൊളോയിഡൽ സൊല്യൂഷൻ എടുക്കുക. ആ കൊളോയിഡൽ സൊല്യൂഷന്റെ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിന് നല്ല ബ്ലൂ കളർ ആയിരിക്കും കിട്ടുന്നത്. എന്താണ്? ബ്ലൂ കളർ. എന്നാൽ if the observer views the transmitted light, it appears as red കളർ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ പറഞ്ഞു കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ കൊളോയിഡൽ സൊല്യൂഷന്റെ കളർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ് സ്കാറ്റേർഡ്. ഈ വേവ് ലെങ്ത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദി കൊളോയിഡൽ പാർട്ടിക്കിൾ. സൈസ് ഓഫ് ദി കൊളോയിഡൽ പാർട്ടിക്കിളിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് കളറും വ്യത്യാസപ്പെടും. ഉദാഹരണത്തിന് ഗോൾഡ് സോള്, ഫൈനസ്റ്റ് ഗോൾഡ് സോള്. നമുക്കറിയാം കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ സൈസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബിറ്റ്വീൻ 1 to 1000 നാനോമീറ്റർ ആണ്. ഇതാണ് കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ സൈസ്. അപ്പം 1-2 നാനോമീറ്റർ ആയാലും അതെന്താണ്? കൊളോയിഡൽ പാർട്ടിക്കിൾ ആണ്. അങ്ങനെ ഏറ്റവും ചെറിയ സൈസുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഗോൾഡ് സോൾ, ദാറ്റ് ഈസ് ദ ഫൈനസ്റ്റ് ഗോൾഡ് സോൾ. ഫൈനസ്റ്റ് ഗോൾഡ് സോളിന്റെ കളർ എന്ന് പറയുന്നത് റെഡ് ആണ്. ഈ റെഡ് കളറുള്ള ഗോൾഡ് സോളിന്റെ പാർട്ടിക്കിളിന്റെ സൈസ് കൂട്ടി നോക്കി. കൂട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ ഈ റെഡ് എന്തായിട്ട് മാറി? പർപ്പിൾ കളറായിട്ട് മാറി. പർപ്പിളായി. പർപ്പിള് വീണ്ടും സൈസ് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ബ്ലൂ കളറായിട്ട് മാറി. ബ്ലൂ then changes to golden color. ഇതാണ് ആ കളർ ചേഞ്ച്. നോക്കിക്കേ, കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ കളറിലുള്ള വേരിയേഷൻ കണ്ടോ? സോ പാർട്ടിക്കിൾ സൈസ് ഓൾസോ ഡിറ്റർമിൻസ് ദ കളർ ഓഫ് ദി കൊളോയിഡൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ കളർ ഓഫ് ദ കൊളോയിഡൽ പാർട്ടിക്കിൾ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? So it depends on two factors. The first one, the wavelength of the light scattered by the colloidal particle. Second one, the manner in which the observer receives the light.
ആരെയാണ് റിസീവ് ചെയ്യുന്നതനുസരിച്ച്. ആൻഡ് ഓൾസോ ദിസ് വേവ് ലെങ്ത് ഡിപെൻഡ്സ് അപ്പോൺ ദി സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദി കൊളോയിഡൽ പാർട്ടിക്കിൾ. ഓക്കെ. Now the fourth important property of colloids is Brownian movement. എന്താണ് ബ്രൗണിയൻ മൂവ്മെന്റ്? നമ്മൾ അൾട്രാ മൈക്രോസ്കോപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? അങ്ങനെ പവർഫുൾ ആയിട്ടൊരു അൾട്രാ മൈക്രോസ്കോപ്പിൽ കൂടി കൊളോയിഡൽ സൊല്യൂഷനെ നോക്കിയപ്പോൾ ഒരു കാര്യം കാണാൻ സാധിച്ചു. അതിനകത്തെ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, അതായത് ഇതൊരു കൊളോയിഡൽ പാർട്ടിക്കിൾ ആണെങ്കിൽ ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് അണ്ടർഗോസ് റാൻഡം സിഗ്സാഗ് മൂവ്മെന്റ്. ഇതെല്ലാം ആ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് പാത്താണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. സോ ദീസ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് അണ്ടർഗോസ് റാൻഡം സിഗ്സാഗ് മൂവ്മെന്റ്. എന്താണ്? എ കണ്ടിന്യൂസ് റാൻഡം സിഗ്സാഗ് മോഷൻ of colloidal particles in the dispersion medium. So this continuous random zigzag motion of colloidal particles in the dispersion medium is known as Brownian movement. It was first observed by the botanist Robert Brown and hence the name Brownian movement. Robert Brown എന്ന് പറയുന്ന സയന്റിസ്റ്റ് പോളൻ ഗ്രെയിൻസ് വാട്ടറിൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ റാൻഡം സിഗ്സാഗ് മൂവ്മെന്റ് ആണ് കണ്ടത്. അതുകൊണ്ട് റോബർട്ട് ബ്രൗൺ ഒരു ബൊട്ടാണിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഈ ഒരു ഫിനോമിനൻ കൊളോയിഡൽ പാർട്ടിക്കിളിൽ കണ്ടപ്പോൾ അതിന് ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പേര് കൊടുത്തു. ഓക്കെ. ആൻഡ് വൈ ദിസ് ബ്രൗണിയൻ മൂവ്മെന്റ്? എന്തുകൊണ്ടാണ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്? ആൻഡ് ദാറ്റ് ഈസ് ഡ്യൂ ടു ദി അൺഈക്വൽ ബോംബാർഡ്മെന്റ് ഓഫ് ദി colloidal particles with the dispersion medium. ആരുമായിട്ടാണ്? ഡിസ്പെർഷൻ മീഡിയവുമായിട്ട് ആര് കൊളൈഡ് ചെയ്യുന്നു? ഈ കൊളോയിഡൽ പാർട്ടിക്കിൾ കൊളൈഡ് ചെയ്യുന്നു. സോ ഡ്യൂ ടു ദി അൺഈക്വൽ ബോംബാർഡ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് with the dispersion medium. So Brownian movement arises due to the unequal bombardment of colloidal particles with the dispersion medium. എപ്പോഴും collisions ആണ്. And due to this effect, it possesses a stirring effect. എപ്പോഴും നമ്മളൊരു തവി വെച്ച് ഒരു സൊല്യൂഷൻ ഇളക്കില്ലേ, അതുപോലെ ഒരു സ്റ്റിറിംഗ് ഇഫക്റ്റ് ഈ ബ്രൗണിയൻ മൂവ്മെന്റ് കൊണ്ടുണ്ടാകും. അങ്ങനെ സ്റ്റിറിംഗ് ഇഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കൊളോയിഡൽ സൊല്യൂഷൻ അനങ്ങാതിരിക്കുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്യുന്ന ഒരു ഇഫക്റ്റ് ആണ് ഈ റാൻഡം സിഗ്സാഗ് മൂവ്മെന്റ് കൊണ്ട്. അതുകൊണ്ട് ഇതിന് പ്രിസിപ്പിറ്റേഷൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ബ്രൗണിയൻ മൂവ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി സ്റ്റെബിലിറ്റി ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ. നൗ ദിസ് അൺഈക്വൽ ബോംബാർഡ്മെന്റ് ഡിപെൻഡ്സ് ഓൺ വാട്ട് ഓൾ ഫാക്ടേഴ്സ്? എന്തിനെയൊക്കെ ഡിപെൻഡ് ചെയ്യുന്നു? ഫസ്റ്റ് വൺ, സൈസ് ഓഫ് ദി പാർട്ടിക്കിൾ. ഫസ്റ്റ് വൺ, സൈസ് ഓഫ് ദി പാർട്ടിക്കിൾ. കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ സൈസിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ, വിസ്കോസിറ്റി ഓഫ് ദി മീഡിയം, വിസ്കോസിറ്റി ഓഫ് ദി സൊല്യൂഷൻ. ഈ രണ്ട് കാര്യങ്ങളെ ഡിപെൻഡ് ചെയ്യുന്നു. സൈസ് ഓഫ് ദി പാർട്ടിക്കിൾ കൂടുക എന്ന് വിചാരിക്കുക. നോക്കിക്കേ, നമ്മള് നല്ല വലിപ്പമുള്ള ഒരാളെ പല സ്ഥലത്തു നിന്നും തള്ളുകയാണ്, പല സ്ഥലത്തു നിന്ന് ഇടിക്കുകയാണ്. അയാൾക്ക് ആ ഫോഴ്സ് എല്ലാം ഒരുപോലെയല്ലേ ഫീൽ ചെയ്യുള്ളൂ. കുറെ നേരം പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അതേസമയം മെല്ലിച്ച ഒരാളെ പലരും പല സ്ഥലത്തേക്ക് തള്ളി എന്ത് ചെയ്യും? അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്യും, ഇല്ലേ? അത്തരം സൈസ് കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ ഈ ബ്രൗണിയൻ മോഷൻ കാണിക്കുന്നത്? സൈസ് കുറയുമ്പോഴല്ലേ. സോ അൺഈക്വൽ ബോംബാർഡ്മെന്റ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ സൈസ്. സോ സ്മോളർ ദ പാർട്ടിക്കിൾ ഗ്രേറ്റർ ദി ബ്രൗണിയൻ മൂവ്മെന്റ്. അപ്പൊ സൈസ് എങ്ങനെയായിരിക്കണം? സ്മോളർ സൈസ് ആയിരിക്കണം. അപ്പൊ എന്ത് കൂടുതലായിരിക്കും? ബ്രൗണിയൻ മൂവ്മെന്റ് കൂടുതലായിരിക്കും. ഇനി വിസ്കോസിറ്റി ഓഫ് ദ സൊല്യൂഷൻ. സപ്പോസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സൊല്യൂഷൻ വാട്ടറിന് പകരം നമ്മൾ തേനാണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തേന ഒരു ഹൈലി വിസ്കസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണല്ലേ. അവിടെ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും, കുറവായിരിക്കും? കുറവായിരിക്കും. അപ്പൊ വിസ്കോസിറ്റിയും കുറഞ്ഞിരിക്കണം. എന്തിന്? ബ്രൗണിയൻ മൂവ്മെന്റ് കൂടുതലാകണമെങ്കിൽ. സോ സ്മോളർ ദ സൈസ് ആൻഡ് ലെസ്സർ ദ വിസ്കോസിറ്റി, ഗ്രേറ്റർ ദി ബ്രൗണിയൻ
മൂവ്മെന്റ്. സോ ബ്രൗണിയൻ മൂവ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്, പാർട്ടിക്കിളിന്റെ സൈസും രണ്ട് മീഡിയത്തിന്റെ വിസ്കോസിറ്റി. ഓക്കെ, നൗ സൈസ് ഓഫ് ദ പാർട്ടിക്കിളിനെയും വിസ്കോസിറ്റി ഓഫ് ദ സൊല്യൂഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി നേച്ചർ ഓഫ് ദി കൊളോയിഡ്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? നേച്ചർ ഓഫ് ദി കൊളോയിഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ വാട്ട് ഈസ് ബ്രൗണിയൻ മൂവ്മെന്റ്? The random, continuous, zigzag movement of colloidal particles in the dispersion medium when the colloidal solution is viewed through a powerful ultra microscope is known as Brownian movement, and that is due to the unequal bombardment of the colloidal particles with the dispersion medium. Okay, and this Brownian movement is responsible for the stability of the colloidal solution. Okay, now the fifth colloidal property is charge on colloidal particles. Colloidal particles in charge undo. Colloidal particles ഒന്നുകിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്. സിമിലർ ചാർജ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ എല്ലാ കൊളോയിഡൽ പാർട്ടിക്കിളിനും പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ആണെങ്കിൽ എല്ലാത്തിനും നെഗറ്റീവ് ചാർജ്. എങ്ങനെയാണ് ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ചാർജ് ഉണ്ടാകുന്നത്? ചാർജ് ഉണ്ടാകാൻ മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, that may be due to the electron capture while salt formation. Salt formationന്റെ സമയത്ത് ഇലക്ട്രോൺ ക്യാപ്ചർ ചെയ്യുന്നത് കൊണ്ടാകാം ഈ കൊളോയിഡൽ പാർട്ടിക്കിൾ. So the first reason is electron capture by particles, by colloidal particles during salt formation. ഇലക്ട്രോ ഡിസ്പെർഷൻ മെത്തേഡ് വഴിയൊക്കെ മെറ്റലിന്റെ സോൾസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾ ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ചാർജ് വരുമല്ലോ ആ കൊളോയിഡൽ സോളിനും. അതൊരു റീസൺ ആകാം. ആൻഡ് സെക്കൻഡ് റീസൺ that may be due to preferential absorption of ion from solution. രണ്ടാമത്തെ കാരണം എന്താകാം? പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് അയൺ ഫ്രം സൊല്യൂഷൻ. മൂന്നാമത്തെ റീസൺ ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഇങ്ങനെ മൂന്ന് റീസൺസ് കൊളോയിഡ്സിന് ചാർജ് ഉണ്ടാകാനായിട്ട് ഉണ്ട്. ഇതിൽ ഏറ്റവും മോസ്റ്റ് അക്സെപ്റ്റഡ് റീസൺ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ്, പ്രിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് അയൺ ഫ്രം സൊല്യൂഷൻ. ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ ഫോം ചെയ്യുമ്പോൾ ആ കൊളോയിഡൽ പാർട്ടിക്കിൾ ആ ഡിസ്പേഷൻ മീഡിയവുമായിട്ട് കോമൺ ആയിട്ടുള്ള ഒരു അയോണിനെ അബ്സോർബ് ചെയ്യും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ പൊട്ടാസ്യം അയഡൈഡിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്തിലേക്ക് ആഡ് ചെയ്യുന്നു? പൊട്ടാസ്യം അയഡൈഡിലേക്ക് ആഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ പൊട്ടാസ്യം അയഡൈഡ് എക്സസ് ആണ്. സോ സിൽവർ നൈട്രേറ്റ് പൊട്ടാസ്യം അയഡൈഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന കൊളോയിഡൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഏതാണ്? സിൽവർ അയഡൈഡ് ആണ്. ശരിയല്ലേ? സിൽവർ അയഡൈഡ് ആണ്. അപ്പൊ സിൽവർ നൈട്രേറ്റ് ചെറിയ എമൗണ്ട് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആ ആഡ് ചെയ്യുന്നത് എക്സസ് ആയിട്ടുള്ള പൊട്ടാസ്യം അയഡൈഡിലേക്കാണ്. അപ്പൊ സിൽവർ നൈട്രേറ്റ് ഓൾമോസ്റ്റ് അവിടെ തീർന്നിട്ടുണ്ടാകും. ശരിയല്ലേ? അപ്പോൾ പിന്നെയുള്ള അയോൺസ് ഏതൊക്കെയാണ്? കെ പ്ലസും ഐ മൈനസുമാണ്. പിന്നെയുള്ള രണ്ട് അയോൺസ് എന്ന് പറയുന്നത് കെ പ്ലസും ഐ മൈനസുമാണ്. ഇതിൽ എ ജി പ്ലസും ഐ മൈനസും ഉണ്ട്. ഇതിനോട് കോമൺ ആയിട്ടുള്ള അയൺ എന്ന് പറയുന്നത് ഏതാണ്? കൊളോയിഡൽ പാർട്ടിക്കിളിനും മീഡിയത്തിനും കോമൺ ആയിട്ടുള്ള അയൺ ഏതാണ്? ഐ മൈനസ് അല്ലേ? അപ്പം ഇതിനെ അബ്സോർബ് ചെയ്യും. സോ ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾ AgI അബ്സോർബ് ഐ മൈനസ്. ഓക്കെ, ഇനി തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ പൊട്ടാസ്യം അയഡൈഡ് നമ്മൾ എന്തിലേക്ക് ഒഴിക്കുന്നു? സിൽവർ നൈട്രേറ്റിലേക്ക് ഒഴിക്കുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ ആരാണ് എക്സസ്? സിൽവർ നൈട്രേറ്റ് ആണ് എക്സസ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? സിൽവർ അയഡൈഡ് ആണ്. അപ്പൊ ഈ കൊളോയിഡൽ പാർട്ടിക്കിള് ആരെ അബ്സോർബ് ചെയ്യും? ഇവിടെ പൊട്ടാസ്യം അയഡൈഡ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആയി, കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്തു. ബാക്കി ഇവിടെയുള്ള അയോൺസ് ഏതൊക്കെയാണ്?
Ag പ്ലസും NO3 മൈനസുമാണ് ഉള്ളത്. ഇതിൽ കോമൺ ആയിട്ടുള്ള അയൺ ഏതാണ്? Ag പ്ലസ് ആണ്. അപ്പൊ ആരെ അബ്സോർബ് ചെയ്യും? Ag പ്ലസിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പൊ കൊളോയിഡൽ പാർട്ടിക്കിളിന് ഒരു ചാർജ് കിട്ടി. അങ്ങനെ ചാർജ് ഉള്ള കൊളോയിഡൽ പാർട്ടിക്കിള് ആ മീഡിയത്തിൽ തന്നെ അതിന് ഓപ്പോസിറ്റ് ചാർജ് ഉള്ള അയോൺസ് ഉണ്ടെങ്കിൽ ആ അയോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇല്ലേ? ഇവിടെ I മൈനസിനെ കൂടാതെയുള്ള മറ്റയൺ ഏതാണ് ഓപ്പോസിറ്റ് ചാർജ് ഉള്ളത്? ദാറ്റ് ഈസ് K പ്ലസ്. ഏതാണ്? K പ്ലസ്. അപ്പൊ ഈ അയോണ് ഈ K പ്ലസിനെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഓൾറെഡി ഇവിടെ ഒരു ലെയർ ഫോം ചെയ്തു. ഈ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിക്സ്ഡ് ലെയർ. അത് ആ കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ ചുറ്റും ഇരിക്കുകയാണ് ഫിക്സ്ഡ് ആയിട്ട്. And this fixed layer, ion in the fixed layer attracts the counter ion from the medium. And opposite charge ion attract ചെയ്യും. And this layer, another layer is formed, and this is known as diffused layer. ഇതാണ് diffused layer. ഇതൊരു കൊളോയിഡൽ പാർട്ടിക്കിൾ ആയിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ ചുറ്റും ആദ്യം ഒരു ലെയർ ഉണ്ടാകും. ഈ ലെയറിനെ നമ്മൾ ഫിക്സ്ഡ് ലെയർ എന്ന് വിളിക്കും. ഇപ്പം ഈ കേസിൽ എടുക്കുകയാണെങ്കിൽ ഇതിന് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ആ ഫിക്സ്ഡ് ലെയർ അതിന്റെ കൗണ്ടർ അയണിനെ അട്രാക്ട് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് ലൂസ്ലി ഹെൽഡ്. ആൻഡ് ദിസ് ലെയർ ഈസ് ഫേംലി ഹെൽഡ് ടു ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾ. വളരെ സ്ട്രോങ് ആയിട്ട് ഈ കൊളോയിഡൽ പാർട്ടിക്കിളിനോട് ചേർന്ന് നിൽക്കുകയാണ് ഈ ഫിക്സ്ഡ് ലെയർ. എന്നാൽ ദിസ് ഡിഫ്യൂസ്ഡ് ലെയർ, ഈ ഡിഫ്യൂസ്ഡ് ലെയർ എന്താണ്? ലൂസ്ലി ഹെൽഡ് ആണ്. അത് മൊബൈൽ ആണ്. അതിന് മൂവ് ചെയ്യാം. അപ്പം ഈ രണ്ട് ലെയറുകൾ തമ്മിൽ ചാർജ് സെപ്പറേഷൻ ഉണ്ട്. ഇത് പോസിറ്റീവ് ആണ് ഈ ഫിക്സ്ഡ് ലെയറിന്റെ ചാർജ് എങ്കിൽ ഇതെന്താണ്? നെഗറ്റീവ് ആണ്. ആൻഡ് ദ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു ലെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് ചാർജസ് around the colloidal particle is called Helmholtz electrical double layer. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? Helmholtz electrical double layer. Electrical double layer. Okay. So the combination of these two layers of opposite charges around this colloidal particle is called Helmholtz electrical double layer. And രണ്ട് ചാർജ് സെപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. And the potential difference between these two layers, ഈ ഫിക്സ്ഡ് ലെയറും ഈ ഡിഫ്യൂസ്ഡ് ലെയറും തമ്മിലുള്ള ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സീറ്റ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. സോ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ ഓർ സീറ്റ പൊട്ടൻഷ്യൽ. So the potential difference arises between these two layers, that is the fixed layer and the diffused layer, is called electrokinetic potential or theta potential. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പഠിക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണത്? ഒരു കൊളോയിഡൽ സൊല്യൂഷന്റെ സ്റ്റെബിലിറ്റിക്ക് കാരണം ബ്രൗണിയൻ മൂവ്മെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിനൊരു സ്റ്റിറിംഗ് ഇഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ ചാർജിനെ കുറിച്ച് പഠിച്ചു. എല്ലാ കൊളോയിഡൽ പാർട്ടിക്കിളിനും ഒരേ ചാർജ് ആണ് എങ്കിൽ അവ ചേർന്നിരിക്കുവോ? ഇല്ലല്ലോ. ലൈക്ക് ചാർജസ് റിപ്പൽ, അല്ലേ? അപ്പൊ ആ കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ സെയിം ചാർജ് കൊണ്ട് അവ റിപ്പൽ ചെയ്യുന്നു. അപ്പം നമുക്ക് എന്തുകൂടി പറയാം? The stability of the colloidal particle arises due to the charge present on the colloidal particles. So, colloidal particles in അല്ലെങ്കിൽ colloidal solution stability കാരണം എന്താണ്? Charge on the colloidal particles. Okay. അപ്പോൾ നമ്മൾ ചാർജ് ഓൺ ദ കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഏതാണ് നമ്മൾ കണ്ടത്? എന്തുകൊണ്ട് ചാർജ് ഉണ്ടാകുന്നു? ഡ്യൂ ടു ദ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺ ഫ്രം ദി സൊല്യൂഷൻ. അത് ഏത് അയോണിനെ അഡ്സോർബ് ചെയ്യും ഡ്യൂറിംഗ് കൊളോയിഡൽ ഫോർമേഷൻ? ഏത് അയണാണോ കോമൺ ആയിട്ടുള്ളത് ഡിസ്പേർഷൻ മീഡിയവും കൊളോയിഡൽ പാർട്ടിക്കിളും തമ്മിൽ, ആ അയണിനെ അത് അഡ്സോർബ് ചെയ്യും.
ഓക്കെ, അങ്ങനെ നമ്മൾ എക്സാമ്പിളും കണ്ടു. അങ്ങനെ അഡ്സോർബ് ചെയ്യുന്ന ആ ഫസ്റ്റ് ലെയറിനെ ഫിക്സഡ് ലെയർ എന്നും അത് അട്രാക്ട് ചെയ്യുന്ന കൗണ്ടർ അയൺ ഫോം ചെയ്യുന്ന ലെയറിനെ നമ്മൾ ഡിഫ്യൂസ്ഡ് ലെയർ എന്നും വിളിക്കുന്നു. And two layers of opposite charges formed around the colloidal particle is called a Helmholtz electrical double layer, and the potential difference between these two layers of opposite charges is called electrokinetic potential or zeta potential, and charge of the colloidal particle is responsible for the stability of the colloidal solution. Okay, കൊളോയിഡൽ സൊല്യൂഷന് പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോസിറ്റീവ്ലി ചാർജ് സോളിനും നെഗറ്റീവ്ലി ചാർജ് സോളിനും എക്സാമ്പിൾസ് ആണ്. ഈ എക്സാമ്പിൾസ് വൺ വേർഡിന് ചോദിക്കാം, തന്നിട്ട് ചോദിക്കാം ഏത് സോളാണ്, പോസിറ്റീവ്ലി ചാർജാണോ നെഗറ്റീവ്ലി ചാർജാണോ എന്ന് ചോദിക്കാം കേട്ടോ. അതിൽ ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ്സ്, ഫോർ എക്സാമ്പിൾ അലൂമിനിയത്തിന്റെ ഓക്സൈഡ് Al2O3 XH2O, ക്രോമിയത്തിന്റെ ഹൈഡ്രേറ്റഡ് ഓക്സൈഡ് CrO3 XH2O, Fe2O3 XH2O, ഇതെല്ലാം എന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് സോളുകളാണ്. നൗ നെഗറ്റീവ്ലി ചാർജ്ഡ് സോളിന് എക്സാമ്പിൾ ആണ് കോപ്പർ, സിൽവർ, ഗോൾഡ് മുതലായവയുടെ സോളുകൾ. അവിടെ ബ്രെഡിക്സ്-സാർഗ് മെത്തേഡ് വഴിയാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവിടെ ഇലക്ട്രോൺ ക്യാപ്ചർ ഒക്കെ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ. ഇനി ബേസിക് ഡൈസ്റ്റഫ്സ്, മെത്തിലീൻ ബ്ലൂ വിന്റെ സോള്, അതെന്താണ്? പോസിറ്റീവ്ലി ചാർജ്ഡ് സോളാണ്. ബട്ട് അസിഡിക് ഡൈസ്റ്റഫ്സ് ഏതാണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് സോളാണ്. എക്സാമ്പിൾ യൂസിൻ, കോങ്കോറിഡ് മുതലായവയുടെയൊക്കെ സോളുകൾ. ദെൻ ഓക്സൈഡ്സ്, ടൈറ്റാനിയത്തിന്റെ ഓക്സൈഡ് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സോളാണ്. മെറ്റാലിക് സൾഫൈഡ്സ് നെഗറ്റീവ്ലി ചാർജ്ഡ് സോളാണ്. ആർസെനിക് സൾഫൈഡ്, ആന്റിമണിയുടെ സൾഫൈഡ്, കാഡ്മിയത്തിന്റെ സൾഫൈഡ്, ഇതെല്ലാം എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് സോളാണ്. ഇനി നമ്മൾ എളുപ്പം പറയുന്ന കുറെ സോളുകളുണ്ട്. സ്റ്റാർച്ച്, ഗം, ജെലാറ്റിൻ, ക്ലേ, ചാർക്കോൾ, അതെല്ലാം എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞേ. കളർ ഓഫ് ദി കൊളോയിഡൽ സൊല്യൂഷൻ, ദെൻ ബ്രൗണിയൻ മൂവ്മെന്റ് ആൻഡ് ചാർജ് ഓഫ് ദി കൊളോയിഡൽ പാർട്ടിക്കിൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി ഈ ടോപ്പിക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ. റൈറ്റ് എ നോട്ട് ഓൺ ബ്രൗണിയൻ മൂവ്മെന്റ്. And Brownian movement is due to the unequal bombardment of the colloidal particles with the dispersion medium. And that random zigzag movement of colloidal particles is known as Brownian movement. Now, second one, what are the factors depending on the color of the colloidal solution? ഏതൊക്കെയാണ്? Wavelength of the light scattered by the colloidal particles, and the wavelength of the light depends on the size and nature of the particle. Okay, now so the second one, the manner in which the observer receives the light, whether he is receiving the transmitted light or the reflected light. Okay, now the third one, what is zeta potential? The potential developed between the two layers, the fixed layer and diffused layer, is known as zeta potential. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് കൂടി എഴുതിയാൽ നന്നായിരിക്കും. Okay, now the fourth one, how is charge formed on colloidal particles? Colloidal particles എങ്ങനെ ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു? ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ടോപ്പിക്ക് പഠിക്കും. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഈ ക്ലാസ് കണ്ട നോട്ട് എഴുതി പഠിക്കണം. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.